ഹായ് ഗായ്സ്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. കാരണം മോന് മദ്രസ പോയി, പിന്നെ കുഞ്ഞുട്ടിയാണ് എണീറ്റിട്ടില്ല, മോള് എണീറ്റിട്ടില്ല. അപ്പം ഇന്ന് ഞാൻ വീഡിയോ എടുത്തത് എന്തിനെന്ന് അറിയും? ഇന്ന് കുഞ്ഞുട്ടിക്ക് ഒരു ചായ ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. എന്നുപോലെ നമുക്കൊരു ചായ ഉണ്ടാക്കി തരില്ലേ? ഇത് ക്ലാരിറ്റി കുറവായിരിക്കും, കാരണം സമയം നേരം വെളുത്ത് വരുന്ന 6:30 മണിയായിട്ടുള്ളൂ. മോനെ മദ്രസയിലാക്കി വരികയാണ്, ആരും എണീറ്റിട്ടില്ല. വിളിക്കാതെ കുഞ്ഞുട്ടി എണീറ്റില്ല. കുഞ്ഞുട്ടി എണീറ്റിട്ട് ആദ്യം ഒന്ന് പോയി നോക്കുക. മോള് ഇറങ്ങുന്നുണ്ട്, കുഞ്ഞുട്ടി ഇറങ്ങുന്നു. ഒറ്റ അടി കൊടുത്താണ്ടല്ലോ അവള് താനേ പൊന്തും. അപ്പം നീ കുറെ ശല്യപ്പെടുത്തണ്ട. അപ്പം നമ്മൾ കിച്ചണിലേക്ക് പോവാം. ചായ ഉണ്ടാക്കാൻ കഴിയും നോക്കട്ടെ. എന്നാൽ രാത്രി മോളെന്തോ കഴിച്ചോടെ ഫുള്ള് ഒമ്പാണ്. അപ്പം നമുക്ക് ചായപാത്രം ഇവിടെ നോക്കാം. ഇതെടുത്താലോ? കണ്ടാലൊരു ബിരിയാണി ചപ്പ തോന്നുന്നു ഗൈസ്. ബിരിയാണി ചപ്പ അല്ല കേട്ടോ, ചായപാത്രം തന്നെയാണ്. ഓക്കെ, അപ്പം ഞാൻ അതിലേക്ക് വെള്ളം ചരിക്കട്ടെ. അപ്പം ഗ്യാസ് ഓണാക്കി വെള്ളം എടുത്ത് വെച്ചു. ഇത് തിളക്കട്ടെ ഗൈസ്. കുഞ്ഞുട്ടി ആകെ ഞെട്ടിപ്പോവും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്നത്. സത്യം, ഓക്കെ ചായ ഉണ്ടാക്കി കൊടുക്കേ. ഞാൻ ആദ്യം എണീക്കലോളാണ്. ഇതിപ്പോൾ ഞായറാഴ്ച അല്ലേ, അപ്പം ഇതിനോടാക്കുമ്പോൾ എണീക്കട്ടെ. അവിടെ ആന വന്നാൽ പോലും അവൾ അറിയില്ല മതിലുറക്കമുള്ളതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് കാര്യം ചെയ്യാം. ചായ ആയിട്ട് ഓളെ വിളിക്കാം. ഒരടി അങ്ങോട്ട് കൊടുക്കാം, അപ്പോഴേ എണീറ്റുള്ളൂ. ഈ ചായ എന്ന് പറഞ്ഞാൽ ചായ മാത്രമേ ഉണ്ടാവുള്ളൂ ഗൈസ്. അതിൽ കടിയൊന്നും ഉണ്ടാവില്ല, വെറും കട്ടൻ ചായ മാത്രം. പക്ഷെ കട്ടൻ ചായ ഒക്കെ ഇഷ്ടമില്ല, പക്ഷെ വെറും കട്ടൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം കടി ഉണ്ടാക്കാൻ എനിക്കറിയില്ല. ചായ തിളച്ചിടോ പോയി നോക്കാം. ചായ തിളച്ചു. ഉറുമ്പ് ഭയങ്കര ഉണ്ടായി. ഇന്നലെ രാത്രി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മോളെന്തോടെ കഴിച്ചിട്ടിട്ട് നിറച്ച് ചോണനുമ്പ തിളച്ചിട്ടില്ല. രാത്രി ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് രാവിലെ ചോറടുപ്പത്തൊക്കെയാണ് വെള്ളമൊക്കെ ഗ്യാസ് മേലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കുടിക്കാനുള്ള വെള്ളം പാനി തന്നെ എടുക്കാറില്ല, കാരണം ഇവിടെ കുഴൽക്കിണറാണ്. അപ്പോൾ ഞങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കാറില്ല. ഭക്ഷണം വെക്കാനുള്ള വെള്ളമൊക്കെ മുക്കിക്കൊണ്ടുവരും. ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമാണ് ടാങ്കിലെ വെള്ളം എടുക്കാറുള്ളൂ. നമ്മളെ ഫ്രിഡ്ജിലെന്താണ് നോക്ക്. ഫ്രിഡ്ജിലെന്താ ഉള്ളത്? നല്ല ബത്തര് പൊരിക്കാൻ വേണ്ടി വെച്ചതാണ്. പിന്നെന്തോ ഫ്രൂട്ട്സാണ്, പിന്നെന്തോ പച്ചക്കറി. നോക്കാം, ഞോട് ചീത്തക്കണ്ട. ഒരു വൃത്തികേടാക്കി കഴിഞ്ഞാലേ ഓട് നേരം വെളുത്ത ചീത്ത പറയും. ഡാൾഡ് ഉണ്ട്, രണ്ട് കോഴിമുട്ട ഉണ്ടല്ലോ. ചായനെ കൊണ്ടെൻ്റെ കോഴിമുട്ടോട് പൊങ്ങിയാലോ? കുഞ്ഞിട്ടിക്കല്ല, ഒന്ന് എനിക്ക് വന്ന് കുഞ്ഞിട്ടിക്കും. മോളെ എണീക്കാൻ എന്തായാലും ഇപ്പം 9 മണിയാവും. ഇന്ന് നഴ്സറി ഞായറാഴ്ച അല്ലേ, ഇന്ന് നഴ്സറി ഇല്ല, LKG പോകാറുണ്ട് മോളെ. അപ്പോൾ നമുക്ക് ഈ കോഴിമുട്ട കൂടെ പൊളിക്കാം. ഒരു പാത്രം എടുക്കട്ടെ. ഇവിടെ വീഡിയോ എടുത്ത് തരാൻ വേറെ ആളില്ല, അതുകൊണ്ടാണ് ചില സമയത്ത് ഇത് കട്ടായി പോകുന്നത് ഗൈസ്. ഇത് വെള്ളം നിറച്ചത് ആ സമയത്ത് ഞാൻ മൊബൈൽ നിലത്ത് വെച്ചാണ്. ഇവിടെ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കോഴിമുട്ട എടുത്ത് വെള്ളം ഈ പാത്രത്തിൽ മതി. ഇത് ഗ്യാസ് കത്തിക്കട്ടെ. ഗ്യാസ് ചെറിയ സ്ലിമ്മിലിട്ടിട്ട് അപ്പോൾ ഗ്യാസ് ചെറിയ സ്ലിമ്മിലിട്ട് കോഴിമുട്ട അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ചായ തിളച്ച് ഗൈസ്. 1 മിനിറ്റ്. ചായ സ്ലിമ്മിലിട്ട് അടുപ്പത്തിലുണ്ട്. കോഴിമുട്ടയുള്ളൂ കേട്ടോ, അല്ല ചായ അല്ല, സോറി, കോഴിമുട്ട.
സ്ലിമ്മിൽ ഗ്യാസ് കത്തിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തിളക്കട്ടെ. ഉപ്പിടണം തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ കോഴിമുട്ട പൊട്ടിക്കും. അപ്പോൾ നമ്മൾ ചായ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പൊടി ഇടാൻ നോക്കട്ടെ. ഈ കോഴിമുട്ട പുഴുങ്ങുമ്പോൾ അതിൽ ഉപ്പിടണം പറയാൻ കോഴിമുട്ട പൊട്ടിക്കുക. അപ്പോൾ ചൊപ്പിയാണ് കോഴിമുട്ടയ്ക്ക് ഇട്ടിട്ടുണ്ട്. കോഴിമുട്ട എങ്ങാനും പൊട്ടിയാൽ കോഴിമുട്ടയുടെ ഉള്ളിൽ ഫുള്ള് ഉപ്പായിപ്പോവും. അതുകൊണ്ട് ചൊപ്പിയാണ് കോഴിമുട്ടയ്ക്ക് ഇട്ടിട്ടുണ്ട്. ഇനി കോഴിമുട്ട പുഴുങ്ങി റെഡിയാവട്ടെ. കുഞ്ഞുട്ടി ഞെട്ടുന്നു. രാവിലെ തന്നെ കട്ടൻ ചായയും കോഴിമുട്ട പുഴുങ്ങിയത്. ഇത് കൊടുക്കുമ്പോൾ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഉറക്കത്തെ വിളിച്ചാൽ ചിലപ്പോൾ ചവിട്ടും ചെയ്യും. അപ്പോൾ പേടിയാണ്. അത് നോക്കാം. ഞാൻ രാവിലെ തന്നെ എണീറ്റപ്പോൾ റൂമിലും മുകളിലും ഇവിടെ എല്ലായിടത്തും ലൈറ്റ് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ചിമ്മിണി ലൈറ്റ് ഉണ്ട്, ഇവിടെ കിച്ചണി ലൈറ്റ് വേറെ ഉണ്ട്. ഇത് കണ്ടാൽ എന്നോട് ചീത്ത അറിയും. ഉള്ളിനെ നല്ല കെയർ ചെയ്യും. കാരണം കറണ്ട് ബില്ല് അടയ്ക്കണം. എന്നോട് പറയും നിങ്ങൾ എന്നെ അടയ്ക്കൽ ലൈറ്റ് ഇട്ടേക്കണ്ട അറിയും. എവിടെ ലൈറ്റ് ഉണ്ട് അപ്പോൾ ഓഫാക്കണം. ഏതായാലും മെല്ലെ മെല്ലെ ഓരോന്നോരോന്ന് ഓഫാക്കട്ടെ. എന്നിട്ട് നമുക്ക് കോഴിമുട്ട ഇപ്പം പുഴുങ്ങി റെഡിയാവും. റെഡി ആയിട്ട് നമ്മൾ എടുത്ത് കൊണ്ടുപോയി വെക്കാം. ഇവിടുത്തെ വേറെ സാധനമുണ്ട്, ഇതിൻ്റെ പാറു കളിക്കുന്ന സാധനം. ഇത് ഫാത്തിമൻ്റെ കളി സാധനം കുറേ ഉണ്ട്. പക്ഷെ ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ മാറ്റി ആരൊക്കെ എടുത്തു വെച്ചത്. അവിടെ ഇതാ ഒരനക്കും നോക്കില്ല. കോഴിമുട്ട ആവട്ടെ, കണ്ട വിളിച്ചു നോക്കാം. ഇവിടെ ചായ താട്ടോ, സൂപ്പർ കട്ടൻ ചായ, അടിപൊളി. ഞാൻ ഉണ്ടാക്കിയ 4 പറയില്ല ഗൈസ്. നമ്മൾ കോഴിമുട്ട തിളയ്ക്കുന്ന പാതയൊക്കെ വന്നിട്ടുണ്ട്. കോഴിമുട്ട പൊട്ടിയോ മറ്റേ ഉപ്പ് കോഴിമുട്ടായി മാറുന്നു തുടങ്ങി. അത് 2 മിനിറ്റ് തിളയ്ക്കട്ടെ, അവിടെയല്ലേ ഉള്ളുറക്കത്തുള്ളൂ. ഇതാ ഞങ്ങൾ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡാണ്. ഇതിൽ ഞാൻ കൈ പിടിച്ചാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ എടുത്തത്. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതാ നമ്മുടെ കട്ടൻ ചായയും കോഴിമുട്ട റെഡി. പക്ഷേ ഒരു കോഴിമുട്ട കുറച്ച് വൃത്തിയില്ലാത്ത കോഴി വന്നിട്ടുണ്ട്. കോഴിമുട്ട പൊട്ടിയിട്ടുണ്ട്. പ്രായം കൂടിയ കോഴിയായിരിക്കും. സമയത്തായി 6:58. ഇനി നമുക്ക് പോയി കുഞ്ഞുട്ടിനെ ആദ്യം ഞാൻ റൂമിൽ കൊണ്ടുവെക്കട്ടെ, എന്നിട്ട് വിളിക്കാം. ഇതൊക്കെ കൂടെ എനിക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ചായ ഞാൻ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി കോഴിമുട്ടി കൊണ്ടാ പോകുന്നത് ഗൈസ്. നല്ല ഉറക്കാണ് താത്ത. ചവിട്ടോ പേടിയോടെ വിളിക്കാൻ. कोई को को कौन को क्या क्या को आरे बंदा क्या कौन कौन आरे बंदा क्या ओके आरे बंदा क्या नो क्या आरे बंदा क्या ओके को क्या ओके आरे बंदा ओके ओके मैं समझ क्या ഓക്കെ നോ എനിക്ക് വാ. അപ്പൊ 2 കോഴിമുട്ടയും ചായ ഞാൻ കുടിക്കാം കേട്ടോ. വേണേ ചോദിച്ചോ, ഞാൻ കുടിക്കാം. അപ്പൊ കുഞ്ഞുട്ടിക്ക് കോഴിമുട്ടി ചായ വേണ്ട. അപ്പൊ കോഴിമുട്ട ഞാൻ തന്നെ എടുത്ത് 1 ഗ്ലാസ് ചായയും 2 കോഴിമുട്ട ഞാൻ ഇപ്പൊ ശരിയാക്കിരാം. അപ്പോൾ ഞാൻ വിളിച്ച് അവസാനം കുഞ്ഞിട്ട് എണീറ്റിട്ടുണ്ട്. ഇവിടെ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ഇനി എന്ത് ചെയ്യും, ഞങ്ങൾ 2 പേരും കൂടെ ഈ കോഴിമുട്ട കഴിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.